Next, differential equation 3. That is differential equation third video. That is second order linear equation with a constant coefficient. നമ്മൾ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറ്റി നമ്മൾ 2 വീഡിയോ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം ഇത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ളതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത്. ഇൻ ദിസ് ചാപ്റ്റർ വി ഷോ ഹൗ ടു സോൾവ് ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ്. ഇതാണ് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ് എയും ബിയും. y2 dash plus ay dash plus by equal to 0. A and b are constant. ഇതാണ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ്റെ ഫോം എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ്റെ ഫോം y dash that is dy by dx plus ky equal to 0. ഇതാണ് ഫസ്റ്റ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ഇതിൻ്റെ സൊല്യൂഷൻ y ഈക്വൽ ടു സി ഇ പവർ മൈനസ് കെ എക്സ് ആയിരിക്കും. അതെങ്ങനെയാണ് കിട്ടുക? ഇതിപ്പം ഡി വൈ ബൈ ഇത് ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് കെ ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ലോഗ് വൈ, റൈറ്റ് സൈഡിൽ മൈനസ് കെ എക്സ് പ്ലസ് സി. അപ്പോൾ ആൻറ്റി ലോഗ് എടുത്ത് എന്ത് ചെയ്യുന്നതും y ഈക്വൽ ടു ഇ മൈനസ് കെ എക്സ് പ്ലസ് സി ഓർ ഇ പവർ മൈനസ് കെ എക്സ് ഇൻറ്റു ഇ സി ഈക്വൽ ടു സി എന്നെടുക്കുക. അപ്പോൾ ഇതെന്താവും? ഇ പവർ മൈനസ് കെ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ സി. അതാണിത്. അപ്പം വൈ ഡാഷ് പ്ലസ് കെ വൈ ഈക്വൽ ടു 0 എന്നുള്ളത് ഫസ്റ്റ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഇതാണ്. ഇപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ സൊല്യൂഷനാണ്. അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ് ലെറ്റ് വൈ ഈക്വൽ ടു ഇ പവർ ലാംഡ എക്സ് ഇതിൻ്റെ സൊല്യൂഷനാണെന്ന് വിചാരിക്കുക. ഒരു സൊല്യൂഷനാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വൈ ഡാഷ് ഇതായിരിക്കും, y2 ഡാഷ് ഇതായിരിക്കും. ഇത് രണ്ടും നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y2 ഡാഷ് ഈക്വൽ പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ്റെ അകത്ത് ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഇൻറ്റു ഇ പവർ ലാംഡ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇ പവർ ലാംഡ എക്സ് 0 ആവില്ല. അപ്പോൾ ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതാണ് ഓക്കെ. ഇതാണ്. അപ്പം ഈ y ഈക്വൽ ടു ഇ പവർ ലാംഡ എക്സ് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ ലാംഡ ഇതിൻ്റെ റൂട്ടായിരിക്കും. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ടായിരിക്കും. അതാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെയാണ് നമ്മൾ ഈ ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓർ ഓക്സിലറി ഇക്വേഷൻ ഓർ കോംപ്ലിമെന്ററി ഇക്വേഷൻ ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. തന്നിരിക്കുന്ന ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെയാണ് നമ്മൾ എന്താ ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഓക്സിലറി ഇക്വേഷൻ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഇക്വേഷൻ എന്ന് പറയും ഇതിന്. ഇതാണ് ഇനി ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 2 റൂട്ട് ഉണ്ടാവും. ലാംഡ 1 ഇതായിരിക്കും, ലാംഡ 2 ഇതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന y1 ഈക്വൽ ടു ഇ പവർ ലാംഡ 1 എക്സും y2 ഈക്വൽ ടു ഇ പവർ ലാംഡ 2 എക്സും തന്നിരിക്കുന്ന ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അതാണ് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ലാംഡ 1ഉം റൂട്ടാണ് ലാംഡ 1ഉം ലാംഡ 2 എങ്കിൽ നമ്മൾ y ഈക്വൽ ടു ഇ ടു ദ പവർ ഓഫ് ലാംഡ എക്സ് ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് എടുത്തിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ. അപ്പോൾ ലാംഡയ്ക്ക് 2 വാല്യൂ കിട്ടും, ലാംഡ 1ഉം ലാംഡ 2ഉം. അങ്ങനെയാണെങ്കിൽ y1ഉം y2ഉം ഈ y1ഉം y2ഉം തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ ആയിരിക്കും. അതാണ് ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ റൂട്ടാണ് ലാംഡ. ഈ തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ റൂട്ടാണ് ലാംഡ 1ഉം ലാംഡ 2ഉം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ റൂട്ടുകൾ ഇനി എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളത് അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം.
ഈ റൂട്ടുകൾ λ1 λ2 ആണ് റൂട്ട്, ക്യാരക്ടറിസ്റ്റിക് റൂട്ട്. ഓക്കെ, ഇനി ഈ എ സ്ക്വയർ മൈനസ് ഇതിന്റെ ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 4b ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ രണ്ട് റിയൽ റൂട്ട് കിട്ടും. λ1 λ2 രണ്ട് ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട് ആയിരിക്കും. ഇനി ഈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ലെസ് ദാൻ 0 ആണെങ്കിൽ രണ്ട് കോംപ്ലക്സ് റൂട്ട് കിട്ടും. λ1 λ2 കോംപ്ലക്സ് ആയിരിക്കും. എ സ്ക്വയർ മൈനസ് 4b ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ λ1 λ2 രണ്ട് ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട് ആയിരിക്കും. ഇനി 3 എ സ്ക്വയർ മൈനസ് 4b 0 ആണെങ്കിൽ ഡബിൾ റൂട്ടാണ് കിട്ടുക. λ1 λ2 തുല്യമായിരിക്കും. ഇതാണ് നമ്മൾക്ക് 3 കേസസ് ഉണ്ടാകുക. നെക്സ്റ്റ് കേസ് 1, 2 ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് λ1 ആൻഡ് λ2. ഇപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 ആണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ λ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈക്വൽ ടു 0. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതിന് രണ്ട് റിയൽ റൂട്ട്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ്. റിയൽ ഡിസ്റ്റിങ്ക്ട് റൂട്ട് λ1 λ2 ആണെങ്കിൽ y1 ഈക്വൽ ടു e to the power of λx 1x and y2 equal to e to the power of λ2x are solutions of the given differential equation. ഈ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും ഇത് രണ്ടും. അങ്ങനെയാണെങ്കിൽ ദ ജനറൽ സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ, ഇതാണ് ജനറൽ സൊല്യൂഷൻ. നിങ്ങൾ എഴുതേണ്ട ഇക്വേഷൻ ഇതാണ്. y ഈക്വൽ ടു c1 e to the power of λ1x പ്ലസ് c2 e to the power of λ2x ആണ് ഈ തന്നിരിക്കുന്ന ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ. അപ്പോൾ λ1ഉം λ2ഉം ഈ തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ സൊല്യൂഷനാണ്. ഇനി കേസ് 2 ഡബിൾ റൂട്ട്. അപ്പോൾ λ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈക്വൽ ടു 0ക്ക് ഡബിൾ റൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു റൂട്ട് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്തായിരിക്കും? -a/2 ആയിരിക്കും. -a/2 ആണ് ലാംഡയുടെ വാല്യൂ. λ1 λ2 തുല്യമായിരിക്കും. λ1 ഈക്വൽ ടു λ2 ദാറ്റ് ഈസ് ഈക്വൽ ടു -a/2 ആയിരിക്കും. ഇതാ ഈ എയുടെ a/2 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഡിസ്റ്റിങ് റൂട്ട് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y of x equal to c1 plus c2x. അതാണ് ഇത്. ഈ രണ്ട് c1 ഉം c2 ആഡ് ചെയ്യാതിരിക്കാനായിട്ടാണ് c1 plus c2x എന്ന് പറയുന്നത്. അല്ലെങ്കിൽ c1 plus c2 എന്ന് എഴുതുകയാണെങ്കിൽ c1 plus c2 ഈക്വൽ ടു സം കോൺസ്റ്റന്റ് c എന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് c1 plus c2x e to the power of -a/2x, e to the power of -ax/2 or -a/2x. അതാണ് അതിന്റെ ജനറൽ സൊല്യൂഷൻ. ഓർമ്മ വേണം. ദെൻ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ ലാംഡ ഈസ് എ സിമ്പിൾ റൂട്ട്. അങ്ങനെയാണെങ്കിൽ ഇത് അതിന്റെ ജനറൽ സൊല്യൂഷൻ ആവില്ല. നോട്ട് എ സൊല്യൂഷൻ. ഇത് സൊല്യൂഷൻ ആയിരിക്കില്ല. ദെൻ കേസ് 3, കോംപ്ലക്സ് റൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. കോംപ്ലക്സ് റൂട്ട് വി ഒബ്റ്റെയിൻ എ കോംപ്ലക്സ് റൂട്ട് ദാറ്റ് ഒക്കർ ഇൻ കോഞ്ചുഗേറ്റ്. കോംപ്ലക്സ് റൂട്ട് ഉണ്ടെങ്കിൽ λ1 p പ്ലസ് i ω ആണെങ്കിൽ λ2 എന്തായിരിക്കും? λ2 ഈക്വൽ ടു രണ്ടാമത്തെ റൂട്ട് λ2 ഈസ് ഈക്വൽ p മൈനസ് i ω ആയിരിക്കും. തന്നിരിക്കുന്ന ഇക്വേഷന് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ λ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈക്വൽ ടു 0ക്ക് ഒരു കോംപ്ലക്സ് റൂട്ട് ഉണ്ടെങ്കിൽ അത് λ1 ആണ്. p പ്ലസ് i ω ആണെങ്കിൽ അതിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് അതിന്റെ റൂട്ട് ആയിരിക്കും. അത് λ2 ഈക്വൽ p മൈനസ് i ω ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പിയുടെ വാല്യൂ -a/2 ആയിരിക്കും. അപ്പൊ കോംപ്ലക്സ് റൂട്ട് ഉണ്ടെങ്കിൽ p പ്ലസ് i ω p മൈനസ് i ω ആയിരിക്കും. p ഈക്വൽ ടു -a/2. അങ്ങനെയാണെങ്കിൽ ദ ജനറൽ സൊല്യൂഷൻ ഈസ് y of x ഈക്വൽ ടു e to the power of -a/2x. ഇതാ പിയുടെ വാല്യൂ ആണ് ഇവിടെ ഇരുന്നത്. -a/2x ഇൻറ്റു a cos ω x. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലക്സ് പാർട്ടാണ്. ω x പ്ലസ് b sin ω x. ഇതാണ് a cos ω x പ്ലസ് b sin ω x. ഇതിന്റെ റിയൽ പാർട്ട് എന്തായിരിക്കും? -a/2. -a/2 ആണ് ഇതിന്റെ റിയൽ പാർട്ട്. ഈ റൂട്ടിന്റെ റിയൽ പാർട്ട് -a/2ഉം ഇമാജിനറി പാർട്ട് ഒമേഗയുമാണ്. ഇനി നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വർക്കിംഗ് റൂൾ എങ്ങനെയാണെന്ന് നോക്കാം. ഡിറ്റർമിൻ ദ ജനറൽ റൂൾ, വർക്കിംഗ് റൂള്. അപ്പം y2 ഡാഷ് പ്ലസ് ay ഡാഷ് പ്ലസ് by ഈക്വൽ ടു 0യുടെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ ഇക്വേഷൻ നമ്പർ 1 ഇതാണ്. ഉടനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക.
ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈക്വൽ ടു 0 ആണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അത് എഴുതുക. എന്നിട്ട് അതിനെ റൂട്ട് കണ്ടുപിടിക്കുക. അതിന്റെ റൂട്ട് ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈക്വൽ ടു 0യുടെ റൂട്ട് കണ്ടുപിടിക്കുക. 3 തരത്തിലാണ് അതിന്റെ റൂട്ട് വരെ. ഇതിന്റെ സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. 3 തരത്തിൽ. അപ്പോൾ അതിന്റെ സൊല്യൂഷൻ കാണാനായിട്ട് ഉടനെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈക്വൽ ടു 0 ആയിരിക്കും. അതിന്റെ റൂട്ടുകൾ കണ്ടുപിടിക്കുക. ഡിസ്റ്റിങ് റിയൽ റൂട്ട് കേസ് 1 അതിന്റെ റൂട്ട് ലാംഡ 1ഉം ലാംഡ 2ഉം ഡിസ്റ്റിങ് റിയൽ റൂട്ട്സുകളാണെങ്കിൽ അതിന്റെ 2 റൂട്ടുകൾ ഏതൊക്കെയായിരിക്കും? അതിന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ബേസിസ് എന്ന് പറഞ്ഞ ഇ ടു പവർ ഓഫ് ലാംഡ 1x-ഉം ഇ ടു പവർ ഓഫ് ലാംഡ 2x-ഉം ആയിരിക്കും അതിന്റെ ബേസിസ്. അല്ലെങ്കിൽ അതിന്റെ ബേസിസ് അതാണ് അതിന്റെ ബേസിസ്. ഓക്കെ. അപ്പം അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഓഫ് x ഈക്വൽ ടു c1 ഇ ടു പവർ ഓഫ് ലാംഡ 1x പ്ലസ് c2 ഇ ടു പവർ ഓഫ് ലാംഡ 2x ആണ്. ലാംഡ 1ഉം ലാംഡ 2ഉം റിയൽ ഡിസ്റ്റിങ് റൂട്ട്സ് ആണെങ്കിൽ അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഇ ടു പവർ ഓഫ് മൈനസ് ഇ ടു പവർ ഓഫ് ലാംഡ 1x-ഉം ഇ ടു പവർ ഓഫ് ലാംഡ 2x-ഉം ആയിരിക്കും. ഇനി റിയൽ ഡബിൾ റൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ലാംഡ ഈക്വൽ ടു മൈനസ് എ ബൈ 2 ആണെന്ന് വിചാരിക്കുക. അതിന്റെ ഡബിൾ റൂട്ട് മൈനസ് എ ബൈ 2 മൈനസ് എ ബൈ 2. അങ്ങനെയാണെങ്കിൽ ബേസിസ് എന്ന് പറയുന്നത് ഇ ടു പവർ ഓഫ് മൈനസ് എ ബൈ 2x-ഉം ഇ ടു പവർ ഓഫ് മൈനസ് എ ബൈ 2x-ഉം എക്സ് ഇ ടു പവർ ഓഫ് മൈനസ് എ ബൈ 2x ആയിരിക്കും അതിന്റെ ബേസിസ്. ഫണ്ടമെന്റൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ബേസിസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് c1 പ്ലസ് c2x ഇ ടു പവർ ഓഫ് മൈനസ് എ ബൈ 2x ആയിരിക്കും. ഡബിൾ റൂട്ട് ആണെങ്കിൽ. ഇനി കോംപ്ലക്സ് റൂട്ട് ആണെങ്കിലോ? കോംപ്ലക്സ് റൂട്ട് ആണെന്ന് വിചാരിക്കുക. കോംപ്ലക്സ് റൂട്ടാണ്. ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈക്വൽ ടു 0ക്ക് കോംപ്ലക്സ് റൂട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു റൂട്ട് മൈനസ് ഹാഫ് എ പ്ലസ് ഐ ഒമേഗയും അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട് മൈനസ് ഹാഫ് എ മൈനസ് ഐ ഒമേഗയാണ്. പ്ലസ് ഐ ഒമേഗയും മൈനസ് ഐ ഒമേഗയും അതിന്റെ ഇമാജിനറി പാർട്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ബേസിസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സൊല്യൂഷൻ ഇ ടു പവർ മൈനസ് എ ബൈ 2x പ്ലസ് കോസ് ഒമേഗ എക്സും ഇ ടു പവർ മൈനസ് എ ബൈ 2x പ്ലസ് സൈൻ ഒമേഗ എക്സും ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ y ഓഫ് x ഈക്വൽ ടു ഇ ടു പവർ മൈനസ് എ ബൈ 2x ഇൻറ്റു എ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി സൈൻ ഒമേഗ എക്സ് ആയിരിക്കും. അപ്പൊ ഡിസ്റ്റിങ് റിയൽ റൂട്ട് ആണെങ്കിൽ ജനറൽ സൊല്യൂഷൻ y ഈക്വൽ ടു c1 ഇ ടു പവർ ഓഫ് ലാംഡ 1x പ്ലസ് c2 ഇ ടു പവർ ഓഫ് ലാംഡ 2x. ലാംഡ 1ഉം ലാംഡ 2ഉം അതിന്റെ ഡിസ്റ്റിങ് റിയൽ റൂട്ട് ആണെങ്കിൽ. ഇനി ഡബിൾ റൂട്ട് ആണെങ്കിൽ അതൊരു റൂട്ട് റിപ്പീറ്റ് ചെയ്യുമായിരിക്കും. ആ റൂട്ട് മൈനസ് എ ബൈ 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ y ഓഫ് x ഈക്വൽ ടു c1 പ്ലസ് c2x ഇ ടു പവർ ഓഫ് മൈനസ് എ ബൈ 2x ആയിരിക്കും. ഇനി കോംപ്ലക്സ് റൂട്ടുകളാണെങ്കിൽ മൈനസ് 1/2a പ്ലസ് ഐ ഒമേഗയും മൈനസ് 1/2a മൈനസ് ഐ ഒമേഗയും അതിന്റെ റൂട്ടുകളാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഓഫ് x ഈക്വൽ ടു ഇ ടു പവർ മൈനസ് എ എക്സ് ബൈ 2 ഇൻറ്റു എ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി സൈൻ ഒമേഗ എക്സ് ആയിരിക്കും. ഇതാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ടത്. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. നെക്സ്റ്റ് എക്സാമ്പിൾ 1 ഡിസ്റ്റിങ് റിയൽ റൂട്ട് ഉള്ള ഇക്വേഷൻ. സോൾവ് y2 ഡാഷ് പ്ലസ് y ഡാഷ് മൈനസ് 2y ഈക്വൽ ടു 0. അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും? ഇവിടെ ലാംഡ സ്ക്വയർ എ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പം ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ ബി എന്ന് പറയുന്നത് മൈനസ് 2 ആണ്. അപ്പൊ ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് 2 ഈക്വൽ ടു 0. ഇതിന്റെ 2 റൂട്ടുകൾ ഏതൊക്കെയായിരിക്കും? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾ ഇതുപയോഗിച്ച് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് റൂട്ട് കണ്ടുകൊള്ളുക. 3 റൂട്ട് വരെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾ കാണാം. അതാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം. അപ്പൊ ലാംഡ 1 ഈക്വൽ ടു 1 ആൻഡ് ലാംഡ 2 ഈക്വൽ ടു മൈനസ് 2. ഇതാണ് അതിന്റെ റൂട്ട്. 2 റൂട്ടുകൾ. ഈ ക്യാരക്ടറിസ്റ്റിക്കേഷൻ 2 റൂട്ട് ഇതുകളാണ്. അങ്ങനെയാണ് ബേസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ ടു പവർ ഓഫ് എക്സും ഇ ടു പവർ ഓഫ് മൈനസ് 2x ആയിരിക്കും അതിന്റെ ബേസിസ്. അങ്ങനെയാണ് ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? ജനറൽ സൊല്യൂഷൻ ഈസ് y ഈക്വൽ ടു c1 ഇ ടു പവർ ഓഫ് ലാംഡ 1x. ലാംഡ 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. c1 ഇ ടു പവർ ഓഫ് ലാംഡ 1x പ്ലസ് c2 ഇ ടു പവർ ഓഫ് ലാംഡ 2 മൈനസ് 2x ആയിരിക്കും. ഇതാണ് അതിന്റെ ജനറൽ സൊല്യൂഷൻ. വളരെ സിമ്പിളായിട്ട് ഇവിടെ 1ഉം ഇവിടെ മൈനസ് 2 ആണെന്ന് മാത്രം. 2 റൂട്ടുകൾ
1 minus 2. Okay. Then distinct root. Example 2, distinct real root. Find the solution of the initial value problem. ഇവിടെ ഇനീഷ്യൽ വാല്യൂ തന്നിട്ടുണ്ട് 0 0 രണ്ട് ഇനീഷ്യൽ വാല്യൂ സൊല്യൂഷൻ ഇതാണ് y2 dash minus y dash minus 2y equal to 0. y0 equal to 0. 0 ഇനീഷ്യൽ വാല്യൂവും 0 ഫസ്റ്റ് ഡെറിവേറ്റീവ് y dash 0 equal to 0. അപ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്കേഷൻ എന്താ? a equal to -1 ഉം b equal to -2 ആണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്കേഷൻ λ² minus λ minus 2 equal to 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോൾ λ equal to -1 and λ equal to 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബേസ് e⁻x and e⁻2x ആയിരിക്കും. ഇത് ജനറൽ സൊല്യൂഷൻ y equal to c1 e⁻x plus c2 e⁻2x ഇതിന്റെ ജനറൽ സൊല്യൂഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഇതിനകത്ത് ഇനീഷ്യൽ കണ്ടീഷൻസ് വെക്കണം. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ്റെ അകത്ത് നമ്മൾ y dash 0 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് y ആണിത്, y dash കണ്ടുപിടിക്കണം. ഇതിനെ c1 e⁻x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -c1 e⁻x, c2 e⁻2x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2c2 e⁻2x ആയി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഓക്കെ. അപ്പോൾ y dash ഇതാണ് നമുക്ക് തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? y0 equal to 0 എന്ന് തന്നിട്ടുണ്ട്. y0 equal to 0 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സിന് 0 കൊടുത്ത് കഴിയുമ്പോൾ ഇത് 1 ആവും, ഇത് 1 ആവും. y0 equal 0, yയും 0 ആണ്. അപ്പോൾ 0 equal to c1 plus c2 അത് കിട്ടി. ഇനി y dash 0 equal to 0 അതാണ്. അത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇതിന് 0, എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് 1 ആയി, ഇത് 1 ആയി. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ y dash 1. അപ്പോൾ 1 equal to -c1 plus 2c2 -c1 plus 2c2 equal to 1. ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യുക. അപ്പോൾ സോൾവിങ് c1 and c2 we obtain c1 equal to -1/3, c2 equal to 1/3. സോൾവ് ചെയ്യാൻ കിട്ടും. അപ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? ജനറൽ സൊല്യൂഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ജനറൽ സൊല്യൂഷൻ c1ന്റെ c2ന്റെ വാല്യൂ. അപ്പോൾ y equal to c1 -1/3 c1 -1/3 e⁻x plus 1/3 e⁻2x. ഇതാണ് അതിന്റെ ജനറൽ സൊല്യൂഷൻ. വളരെ സിമ്പിളാണ്. ഓക്കെ. അടുത്ത പ്രോബ്ലം നോക്കാം. എക്സാമ്പിൾ ഡബിൾ റൂട്ട് ആണ്. ഡബിൾ റൂട്ട് സോൾവ് y2 dash plus 8y dash plus 16y equal to 0. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും? λ² plus 8λ plus 16 equal to 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇതിന് ഡബിൾ റൂട്ട് കിട്ടും. ഡബിൾ റൂട്ടിന് -a/2 ആയിരിക്കും. 8 ആണ് a, അപ്പോൾ -a/2 എന്ന് പറഞ്ഞാൽ -4 ആണ്. ഇല്ലെങ്കിൽ നിങ്ങളിത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോൾ -4 ആയിരിക്കും ഇതിൻ്റെ റൂട്ടുകൾ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് e⁻4x ആൻഡ് x e⁻4x ആയിരിക്കും ഇതിൻ്റെ ബേസിസ്. അപ്പോൾ എന്തായിരിക്കും? ജനറൽ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു c1 plus c2x e⁻−a/2 -a/2 -4x ഈ 4 ആണ്. e⁻−4x ആയിരിക്കും. വളരെ സിമ്പിളാണ്. ഓക്കെ. ദെൻ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. എക്സാമ്പിൾ 4 ഡബിൾ റൂട്ട്. ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y2 dash minus 2y dash plus y equal to 0, y0 equal to 1 and y dash 0 equal to 2. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. 2015 അഡ്മിഷനിലുള്ളവർക്കുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? λ², എയുടെ സ്ഥാനത്ത് എന്താ? -2, ബിയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ λ² -2λ plus 1 equal to 0 ആണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡബിൾ റൂട്ട് ഉണ്ടാവും. ഇതിന്റെ ഡബിൾ റൂട്ടാണ്. അത് ഏതൊക്കെയായിരിക്കും? 1 ആണ്. -a/2 -2 ആണ്. അതിന്റെ -a/2 എന്ന് പറയുന്നതാണ്. അപ്പോൾ λ = 1 ആണ് ഇതിന്റെ ഡബിൾ റൂട്ട്. അപ്പോൾ ഇതിന്റെ ബേസിസ് ഏതൊക്കെയാണ്? y1 equal to e⁻x ഉം y2 equal to x e⁻x ആണ് ഇതിന്റെ ബേസിസ്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? y equal to c1 plus c2x e⁻of എന്താ അവിടെ വരുന്നത്? അവിടെ -a/2x ആണ്. -a/2 എന്ന് പറയുന്ന 1 ആണ്. അപ്പോൾ e⁻x ആണ്. ഇതാണ് ഇതിന്റെ
ജനറൽ സൊല്യൂഷൻ. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അതാണ് ജനറൽ സൊല്യൂഷൻ. ഓക്കെ, അതാണ് ജനറൽ സൊല്യൂഷൻ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇനീഷ്യൽ വാല്യൂ കണ്ടീഷനാണ്. അപ്പോൾ ഇത് ജനറൽ സൊല്യൂഷൻ അല്ല, ഇത് ജനറൽ സൊല്യൂഷൻ. അതിനെ y0 y-നെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇനി ജനറൽ സൊല്യൂഷൻ്റെ അകത്ത് ഇതാ ഈ ജനറൽ y0 ഈക്വൽ ടു 1 എന്നാണ് പറയുന്നത്. y0 ഈക്വൽ ടു 1 എന്നാണ്. അപ്പം എക്സിന് 0 കൊടുക്കുമ്പോൾ ഇതാ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് പോവും, ഇത് 1 ആവും. അപ്പം y0 ഈക്വൽ ടു 1. അപ്പോൾ c1 ഈക്വൽ ടു, അപ്പോൾ ഇത് c1 ഇത് 1 ആണ്. അപ്പോൾ c1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി y'0 ഈക്വൽ ടു 2 ആണ്. ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ എക്സിന് 0 കൊടുക്കുക, c1 1 ആകുമ്പോൾ ഈ ഇക്വേഷനിൽ y'0 ഈക്വൽ ടു 2 ആണ്. ഇവിടെ 2 കൊടുത്തു കഴിയുമ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ c1ന് 1 കൂടെ, ഈ c1ന് 1 കൊടുക്കുക, എക്സിന് 0 കൊടുക്കുക. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ c2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ c1 ഈക്വൽ ടു 1, c2 ഈക്വൽ ടു 1. അപ്പോൾ ജനറൽ സൊല്യൂഷൻ്റെ അത് പർട്ടിക്കുലർ സൊല്യൂഷനാണ്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു c1ൻ്റെ വാല്യൂ 1, c2ൻ്റെ വാല്യൂ 1. അപ്പോൾ y ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഇ പവർ എക്സ്. ഇതാണ് അതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് c1ഉം c2ഉം കണ്ടുപിടിച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 5. കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് റൂട്ട് ആണെങ്കിൽ ഫൈൻഡ് എ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ y2 dash plus 10y dash plus 29y ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇവിടെ 10 ആണ്, ഇവിടെ 29 ആണ്. അപ്പോൾ ലാംഡ സ്ക്വയർ പ്ലസ് 10 ലാംഡ പ്ലസ് 29 ഈക്വൽ ടു 0 ആണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതിൻ്റെ 2 റൂട്ടുകൾ കാണുക. നിങ്ങൾ റൂട്ടുകൾ കാണുമ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാണുക. അപ്പോൾ ലാംഡ 1 ഈക്വൽ ടു -5 പ്ലസ് i2 എന്നും ലാംഡ 2 ഈക്വൽ ടു -5 മൈനസ് i2 എന്നും. ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് e⁻ ഈ -5 ആണ്, ഈ -5 ആണ്. e⁻5x cos 2x, e⁻5x sin 2x. അതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എഴുതുന്നത് എങ്ങനെയാ? ജനറൽ സൊല്യൂഷൻ y ഈക്വൽ ടു e⁻5x ഇൻറ്റു a cos 2x. 2x ആണ്, ഇത് e2 ആണ്. a cos 2x പ്ലസ് b sin 2x. e2 തന്നെ 2x ആണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. വേർ a ആൻഡ് b ആർ കോൺസ്റ്റന്റ്. വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മൾ എഴുതുന്നത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതിൻ്റെ ക്വാഡ്രാറ്റിക് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റിയൽ റൂട്ട് ഇവിടെ എഴുതണം. റിയൽ പാർട്ട് -5 ആണ്. ഇവിടെ എഴുതേണ്ടത് ഇമാജിനറി പാർട്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, റിയൽ പാർട്ട് ഇല്ലെങ്കിൽ ഈ ഇതുണ്ടാവില്ല, ഇവിടെ 1 എന്നാണ് വരിക. അത് നിങ്ങൾ ഓർമ്മ വേണം, റിയൽ പാർട്ട് ഇല്ലെങ്കിൽ. ഓക്കെ, വളരെ സിമ്പിളാണ്. എക്സാമ്പിൾ നമ്പർ 6. കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് റൂട്ട്. ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y2 dash പ്ലസ് ഒമേഗ സ്ക്വയർ y ഈക്വൽ 0, y0 ഈക്വൽ ടു 1 ആൻഡ് y'0 ഈക്വൽ ടു ഒമേഗ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കേഷൻ എന്താ? ലാംഡ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0. ഇതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കേഷൻ. അപ്പോൾ ലാംഡ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? മൈനസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ലാംഡ ഈക്വൽ ടു എന്താ? മൈനസ് ഐ ഒമേഗ ആൻഡ് മൈനസ് ഐ ഒമേഗ ആയിരിക്കും അതിൻ്റെ റൂട്ടുകൾ. ലാംഡ 1 ഈക്വൽ ടു ഐ ഒമേഗ ആൻഡ് ലാംഡ 2 ഈസ് ഈക്വൽ ടു മൈനസ് ഐ ഒമേഗ. അങ്ങനെയാണ് ഇതിൻ്റെ റിയൽ പാർട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇമാജിനറി പാർട്ട് ഒമേഗയാണ്. ഇമാജിനറി പാർട്ട്, റിയൽ പാർട്ടില്ല. അപ്പോൾ e⁻0x ആണ് ഇതിൻ്റെ ഇത്. 0x ഇൻറ്റു 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് കോസ് ഒമേഗ എക്സ് ആൻഡ് സൈൻ ഒമേഗ എക്സ് ആണ്. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? y ഈക്വൽ ടു e⁻0x ഇൻറ്റു a cos ഒമേഗ എക്സ് പ്ലസ് b സൈൻ ഒമേഗ എക്സ് ആണ്. ഇതിന് ജനറൽ സൊല്യൂഷൻ a⁻0x എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം a cos ഒമേഗ എക്സ് പ്ലസ് b സൈൻ ഒമേഗ എക്സ് ആണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അതാണ്. അപ്പോൾ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ കിട്ടി. a cos ഒമേഗ എക്സ് പ്ലസ് b സൈൻ ഒമേഗ എക്സ് ആണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ഇനി നമ്മൾ y' കണ്ടു. ഇതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y' ഈക്വൽ ടു മൈനസ് a ഒമേഗ സൈൻ ഒമേഗ എക്സ് പ്ലസ് b ഒമേഗ കോസ് ഒമേഗ എക്സ്.
ഇനി ഇതിൻ്റെ അകത്ത് എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇതിന് 0 കൊടുത്തു ഈ എക്സിന് 0 കൊടുക്കുക. അപ്പോൾ ഇത് 0 ആയിപ്പോയി. ഈ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 1 ആവും. അപ്പം y0 = 1. അപ്പോൾ 1. അപ്പോൾ a = 1. അത് കഴിഞ്ഞ് y'0 = ഒമേഗ. ഒമേഗയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒമേഗ ഒമേഗ കൊടുക്കുക. അപ്പോൾ ഈ സൈൻ ഒമേഗ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് പോകും. ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ കോസ് ഒമേഗ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആവും. ബി ഒമേഗ = ഒമേഗ. അങ്ങനെയാണ് b = 1 എന്ന് കിട്ടും. അപ്പോൾ a = 1, b = 1. അതാണ്. അപ്പോൾ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ്റെ അകത്ത് ഇനീഷ്യൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a = 1 ആൻഡ് b = 1. എയും ബിയും 1 ആയി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്താ? ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? y = a cos ഒമേഗ എക്സ് പ്ലസ് എയുടെ വാല്യൂ 1 ആണ്. y = cos ഒമേഗ എക്സ് പ്ലസ് b sin ഒമേഗ എക്സ്. ഓക്കെ. ദെൻ എക്സാമ്പിൾ 7. Solve the initial value problem d2y / dx² plus 9y = 0, y0 = 5 and y'0 = 3. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താ? λ² plus 3² = 0. അങ്ങനെയാണെങ്കിൽ λ² എന്തായിരിക്കും? λ² = -3². അങ്ങനെയാണെങ്കിൽ λ = എന്താ? പ്ലസ് ഓർ മൈനസ് 3i3. അപ്പം റൂട്ട്സ് പ്ലസ് i√3 മൈനസ് i√3 ആണ്. അപ്പോൾ ഇതിന് റിയൽ പാർട്ട് ഇല്ല. അപ്പോൾ ഇതിന് ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? ജനറൽ സൊല്യൂഷൻ e⁻0x. ഇതാ റിയൽ പാർട്ട് ഇല്ലാത്തതുകൊണ്ട് e⁻0x c1 അല്ലെങ്കിൽ a എന്ന് എഴുതാം. നമ്മൾ ചിലപ്പോൾ ഇതൊരു c1 എന്ന് എഴുതും, അല്ലെങ്കിൽ a എന്ന് എഴുതും. c1 നമ്മൾ ആദ്യം കോസ് ആണ് എഴുതുന്നത്. അപ്പം ഇത് തിരിച്ചെഴുതുന്നുള്ളൂ. c1 cos ഒമേഗ എക്സ് പ്ലസ് c2 സൈൻ ഒമേഗ എക്സ്. അതിനെ പോലെ നമ്മൾ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ c1 sin 3x പ്ലസ് c2 cos 3x തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതാണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ഇത് 1 ആയിപ്പോയി. 1 y = c2 cos 3x പ്ലസ് c1 sin 3x. c1 c2 മാറ്റിനോ. ഇനി y' കാണണം. ഇതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് dy/dx = 3c1 cos 3x മൈനസ് 3c2 sin 3x. ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഓക്കെ, ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇനീഷ്യൽ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇനീഷ്യൽ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യത്തെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് y0 = 5. ഇവിടെ 5 എന്ന് കൊടുക്കുക. എക്സിന് 0 കൊടുക്കുക. അപ്പോൾ ഇത് പോയി. അതാണ്. ഇതിന് 0 കൊടുത്തു കഴിഞ്ഞാൽ c2 = 5 എന്ന് കിട്ടും. അടുത്ത് y'0 = 3 ആണ്. അപ്പോൾ ഇവിടെ 3 എന്ന് കൊടുക്കുക. എക്സിന് 0 കൊടുക്കുക. അപ്പം ഇത് പോയി. അപ്പം അതുമില്ല, അതുണ്ടാവില്ല. അപ്പോൾ 3 = 3 c1 = 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻ എന്തായി? ജനറൽ സൊല്യൂഷൻ ഇതാ. ഇവിടെ c1 = 1 ആൻഡ് c2 = 5. അപ്പം ദ സൊല്യൂഷൻ ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y = sin 3x പ്ലസ് 5 cos 3x. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ആൻഡൻ്റെ ടെക്സ്റ്റിലെ എക്സസൈസിലെ പ്രോബ്ലംസ് എല്ലാം ചെയ്തു നോക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡൻ്റെ ടെസ്റ്റിലെ PDF നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാവർക്കും PDF തന്നിട്ടുണ്ട്. ആൻഡനല്ല, ക്രൈസിക്കിൻ്റെ ടെസ്റ്റിൻ്റെ PDF തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറേ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആൻസറും അതിൻ്റെ എക്സസൈസിൽ അവസാനം കൊടുത്തിട്ടുണ്ട്. ഓഡ് 1ൻ്റെ ആൻസർ, 1, 3, 5ൻ്റെ ഒക്കെ ആൻസറും കൊടുത്തിട്ടുണ്ട്. കുട്ടികളെല്ലാം അത് ചെയ്തു നോക്കണം. വളരെ സിമ്പിളാണ്. കുറേ പ്രോബ്ലം അതിനകത്തുണ്ട്. അത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് റൂട്ട് കാണുക, അത് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഇവിടെ തീരുകയാണ്. നമുക്ക് അടുത്ത ഇതിൽ നമുക്ക് ഓയിലർ ഇക്വേഷൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.